എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കാൻ പോണത്. എ ഫ്രണ്ട് ലൈക്ക് എ സൈമൺ. ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദ ഒപ്പീനിയൻ ഓഫ് അതർ സ്റ്റുഡൻസ് അബൌട്ട് സൈമൺ ചേഞ്ച്? സൈമണെ കുറിച്ചുള്ള മറ്റു വിദ്യാർത്ഥികളുടെ അഭിപ്രായം എങ്ങനെയാണ് മാറിയത്? ദ ഒപ്പീനിയൻ ഓഫ് അതർ സ്റ്റുഡൻസ് അബൌട്ട് സൈമൺ ചേഞ്ച്ഡ് ബിക്കോസ് ദേ ലേൺ ടു അണ്ടർസ്റ്റാൻഡ് ഹിം ബെറ്റർ and realized that he was just the same as everyone else in the school. What does Simon's story tell you about dealing with the people who are different from us? ആൻസർ നോക്കാം. നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളുമായിട്ട് ഇടപെടുന്നതിനെക്കുറിച്ച് സൈമണിൻ്റെ കഥ നിങ്ങളോട് എന്താണ് പറയുന്നത്? Simon's story tells us that we should be kind and friendly to people who are different from us. We should include them because they are just like us in many ways. Complete the conversation. Matthew was talking about Simon to his friend Dolly. What might they talk about? Complete the conversation. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. മാത്യു: ഡോളി, ഡിഡ് യു നോ ഐ ഹാവ് എ ന്യൂ ഫ്രണ്ട് കോൾഡ് സൈമൺ? ഇനി ഡോളി പറയുന്നു. ഓ റിയലി, ഹൗ ഈസ് ഹി? മാത്യു: വെൽ, ഹി ഈസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. ഡോളി: ഡിഫറെൻറ്റ് ഇൻ വാട്ട് വേ? ക്വസ്റ്റ്യൻ മാർക്ക് ഏതാണ് കേട്ടോ. മാത്യു: ഹി ഈസ് എ ക്വിറ്റ് ആൻഡ് ഷൈ. Others may find unusual or hard to understand, but he is kind-hearted and loyal companion. ഡോളി പറയാണ്. ഓ ഐ സി, ക്യാൻ ഹി പ്ലേ വിത്ത് us? മാത്യു: യെസ്, ഹി ലവ്സ് ടു പ്ലേ ഗെയിംസ് ആൻഡ് ഡ്രോ പിക്ചേഴ്സ്. ഡോളി പറയാൻ. ദാറ്റ് സൗണ്ട്സ് ഫൺ. ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഹിം. മാത്യു: ഗ്രേറ്റ്, ലെറ്റ്സ് ഗോ ടു ഹിസ് ഹൗസ് ടുമാറോ. അപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ ഇതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, പേരൊക്കെ എഴുതി കഴിഞ്ഞിട്ട് 2 കുത്തിട്ടിട്ട് അവിടെ തുടങ്ങുമല്ലോ, തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. പേരിൻ്റെ അടിക്ക് പിന്നെ പോകരുത്. കറക്റ്റ് അങ്ങനെ ലൈൻ ഫോളോ ചെയ്ത് എഴുതാം കേട്ടോ. എന്നാലേ കോൺവെർസേഷൻ എഴുതുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് എഴുതേണ്ടതും. നല്ല നീറ്റിനൊക്കെ എഴുതാൻ ശ്രമിക്കുക. പിന്നെ കോമ കോമ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കറക്റ്റായിട്ട് ഇടുക. ഇനി ഈ ലെസണിൽ തന്നെ ഒരു ആക്ടിവിറ്റിയും കൂടി ഉണ്ട്, അത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിക്കുക. അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൂടുതൽ പഠിക്കാൻ നോക്കുക. അതിൽ നിന്നൊക്കെ എക്സാമിന് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാം.